എടാ എല്ലാവർക്കും സുഖമല്ലേ, സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും പേഴ്സണൽ പ്രൊനൗൺസും പൊസസീവ് പ്രൊനൗൺസും ആണ് നോക്കിയത് ഹീബ്രുവിലെ. ഇതിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് നിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും ഫാർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയത്തില്ലേ, ഇത്, അത്, അവ, ഇവ. അതായത് ദിസ്, ദാറ്റ്, ദീസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പോലെ ഹീബ്രുവിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചേഞ്ച് ആകും. എപ്പോഴാണെന്നറിയാവോ? നൗണിൻ്റെ ജെൻഡറും നമ്പറും അനുസരിച്ച് ചേഞ്ച് ആകും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫെമിനിൻ ഓർ മസ്കുലിൻ ഓർ സിംഗുലർ ഓർ പ്ലൂറൽ. ഇതനുസരിച്ച് ചേഞ്ച് ആകും. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ദിസ് മസ്കുലിൻ ഫോം ആകുമ്പോൾ എങ്ങനെ പറയാം? സേ എന്ന് പറയാം. ഈ സേ ചേർക്കുന്ന എപ്പോഴാണ്? നമ്മൾ ദിസിൻ്റെ കൂടെ ആഡായി വരുന്ന നൗണ് എന്താണ്? മസ്കുലിൻ ഫോം ആണെങ്കിലാണ് നമ്മൾ സേ ചേർക്കുക. സേ സെഫർ. ഇവിടെ നോക്കൂ, ദിസ് ഇസ് എ ബുക്ക്. സേ സെഫർ. ഈ സെഫർ എന്നുള്ളത് മസ്കുലിൻ ഫോം ആയതുകൊണ്ടാണ് നമ്മൾ സേ ചേർത്തത്. നോക്കാം, ദിസ് ഫെമിനിൻ ഫോം ആകുമ്പോഴോ സോത്താണ് ചേർക്കുക. ദിസ് ഫെമിനിൻ ഫോമാണ് നൗൺ വരുന്നതെങ്കിൽ നമ്മൾ സോത്താണ് ചേർക്കുക. നോക്കുക, ദിസ് ഇസ് എ ഗേൾ. ഈ ഗേൾ എന്നുള്ള നൗണ് അവിടെ ഫെമിനിൻ ആയതുകൊണ്ടാണ് സോത്ത് ചേർത്തത്. സോത്ത് യെൽദ. മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്ലൂറൽ ഫോം വരുമ്പോൾ മസ്കുലിനും സിംഗുലിനും ഇവിടെ സെയിം ആണ്. ഏലെ ആണ് വരുന്നത്. പ്ലൂറൽ ഫോം ആകുമ്പോൾ ഏലെ ആണ് വരുന്നത്. എക്സാമ്പിൾ നോക്കാം. ദീസ് ആർ ബുക്സ്. ബുക്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഏലെ ചേർത്തത്. മനസ്സിലായോ? ഏലെ എന്നാണ് പറയുക. ഏലെ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.